എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരനാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം തുടരണോ അതോ അത് രാജിവെച്ച് തൻ്റെ ധാർമ്മികത തെളിയിക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. അതിനെക്കുറിച്ച് നമ്മുടെ രാജേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സംശുദ്ധമായ രാഷ്ട്രീയത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു നാമധേയമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്ന് കളങ്കിത രാഷ്ട്രീയം, ഇന്ന് നിഷേധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറി. ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന ഖ്യാതിയും സൽപ്പേരും ഒക്കെ നേടിയെടുത്തിരുന്ന കോൺഗ്രസ് ഭാരതത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത നാൾ മുതൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും ദുർനടപടികളും ഒക്കെ കൊണ്ട് ഇന്ന് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളിതുവരെ ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ, ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഘടകം ആ പാർട്ടിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അവരുടെ രീതിക്കനുസരിച്ച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിനാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് CPM അഴിമതിയുടെ കൂടെയാണ്. അവർ അഴിമതി രാഷ്ട്രീയത്തിലാണ് നിലകൊള്ളുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അഴിമതി നടത്താൻ വലിയ സാധ്യതകളൊന്നുമില്ല, ശരിയായിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പാലിക്കേണ്ടതായ മാന്യതകളും സാമാന്യ മര്യാദകളുമൊക്കെയുണ്ട്. അത് യോഗ്യനും അർഹനുമാണ് രാഷ്ട്രീയത്തിലെന്ന് സ്വയം പറഞ്ഞാൽ പോരാ, അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക കൂടി വേണം. കോൺഗ്രസിൻ്റെ വക്താവായി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്രയോ വളരെ അങ്ങേയറ്റം നമുക്ക് വെറുപ്പുളവാക്കുന്ന, നമ്മുടെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് ഇന്ന് സംശയാതീതമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, ശരിയായിരിക്കാം, അതുകൊണ്ട് പ്രശ്നം തീരില്ല. കാരണം അദ്ദേഹം ഒരു MLA ആണ്. നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തയച്ചത് ആ നാടിന് യോഗ്യമായ രീതിയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തോടു കൂടി ജനങ്ങളെ പ്രതിദാനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആൾ എല്ലാവിധത്തിലും എല്ലാവർക്കും അംഗീകരിക്കാവുന്ന വ്യക്തിത്വമായിരിക്കണം, ചാരിത്രശുദ്ധി ഉണ്ടായിരിക്കണം, വ്യക്തി ശുദ്ധി ഉണ്ടാകണം. അത് ഒരു രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിന് ഇന്ന് കളങ്കമേറ്റു, അതിന് പോറലേറ്റു. ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് തുടരാനാവില്ല. കാരണം നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് അദ്ദേഹത്തെ ആ നാടിനെ പ്രതിദാനം ചെയ്യാനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണെങ്കിൽ അത് നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച് ജനങ്ങളെ പ്രതിദാനം ചെയ്യാനാണ്. അതിന് പോറലേറ്റിരിക്കുന്നു. മാത്രവുമല്ല, താൻ കുറ്റക്കാരനല്ല എന്ന് സംശയാതീതമായി തെളിയിച്ചുകൊണ്ട് എല്ലാവിധത്തിൽ നിന്നും വിമോചനം നേടി അദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി പറയുന്നതുവരെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും. അത് ആ നാട്ടിലെ ജനങ്ങളുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രശ്നമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ മറ്റൊരു രാഷ്ട്രീയ നേതാവും, അദ്ദേഹം ഇന്ന് ഒരിക്കൽ പാലക്കാടിനെ പ്രതിദാനം ചെയ്തതാണ്. ഇപ്പോൾ ഒരു MP ആണ്, ഷാഫി പറമ്പിൽ. അദ്ദേഹം എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുകയാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ വടകരയിൽ വെച്ച് തടഞ്ഞപ്പോൾ, DYFI തടഞ്ഞപ്പോൾ എത്ര പേരാണ് ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എത്രയോ ആളുകൾ എവിടെയൊക്കെ രംഗത്ത് വന്നു. വളരെ പെട്ടെന്ന്
അവർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് തീപ്പന്തവുമായിട്ട് പ്രകടനം നടത്തി, പോലീസിൻ്റെ നേരെ തീപ്പന്തം വലിച്ചെറിയുന്നു, അക്രമാസക്തമാകുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ വി ഡി സതീശൻ്റെ വീടിനെതിരെ ഈ തരത്തിൽ പ്രകടനം നടത്തിയിട്ടും മറ്റ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇവിടെ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്, എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇത്തരത്തിൽ അക്രമാസക്തമായ രീതിയിൽ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല, പ്രതികരണം ഉണ്ടായിട്ടില്ല, പ്രതിക്രിയ ഉണ്ടായിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിലിന് നേരെ ഒരു 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 തടസ്സമുണ്ടായപ്പോൾ, ഒരു പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ എന്താണ് കേരളത്തിലുടനീളം ഇത്രയധികം അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പ്രതിദാനം ചെയ്യുന്നത് കേവലം ഒരു എം പി, കോൺഗ്രസിൻ്റെ ഒരു എം പി എന്ന നിലയ്ക്ക് മാത്രമല്ല, പിന്നിൽ ചില ശക്തികൾ നിഗൂഢമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. ചില ബിംബങ്ങളുടെയും അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു, രാഷ്ട്രീയത്തിലെ പ്രത്യാഘാതം എന്ത് എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് സംഭവിച്ച വ്യതിയാനങ്ങളാണ്. അത് ഒരുപക്ഷെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ വഴിത്തിരിവാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വളരെ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, നിഷ്പക്ഷമായി, ഇതിനെ സ്വതന്ത്രമായി ഇതിനെയൊക്കെ വിലയിരുത്തുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും പറയാൻ കഴിയും കേരള രാഷ്ട്രീയത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിരവധി പ്രവണതകളും പല സംഭവവികാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചകം കൂടിയാണ് വാസ്തവത്തിൽ ഇന്നലെ ഈ കുറേ ദിവസങ്ങളായി നടക്കുന്ന സംഭവവികാസങ്ങൾ. കേരള രാഷ്ട്രീയത്തിൻ്റെ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റേതായിരിക്കാം മതി. കോൺഗ്രസ് രാഷ്ട്രീയമാണെങ്കിലും ഇത്രയും നാളുകളോളം ഇവിടെ ഭരിച്ച രാഷ്ട്രീയ കക്ഷി UDF എന്ന് പറയുന്ന പ്രമുഖമായിട്ടൊരു ഒരു മുന്നണിയാണ്. ആ മുന്നണി സംഭവിക്കുന്നതും കേരള രാഷ്ട്രീയത്തിൽ ചിന്താദീപകമായ ചില പ്രവണതകൾ ഉണ്ട് എന്ന് നമുക്കൊക്കെ തോന്നിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ തരത്തിൽ അതിനെ വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.